ഈ വീഡിയോ കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. നമസ്കാരം, എല്ലാവർക്കും ബെർമുഡ ന്യൂസിന്റെ മറ്റൊരു വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അലോക് കൊയിലാണ്ടി. പ്രധാന വാർത്തകളിലേക്ക്. സ്കൂൾ കുട്ടികൾക്ക് നേരെ പൂവാല ശല്യം. സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന ഒരു പറ്റം പെൺകുട്ടികൾക്ക് നേരെയാണ് ചെറുപ്പക്കാരുടെ ഈ കുൽസിത പ്രവൃത്തി. വിദ്യാർത്ഥിനികൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ നടപടിയെടുക്കുമെന്നാണ് സ്ഥലം CI ഹയാട്ടോ തകരപ്പറമ്പിൽ. കുട്ടികൾക്ക് മാത്രമല്ല, അവിടുത്തെ ടീച്ചർമാർക്കും പൂവാല ശല്യം നേരിട്ടതായി പരാതി. ആൾ ഇന്ത്യ ബെർമുഡ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇനി ഗോൾഡ് മെഡൽ കേരളത്തിന് സ്വന്തം. കഴിഞ്ഞ ദിവസം ക്ലോക്ക് ടവറിൽ വെച്ച് നടന്ന അന്താരാഷ്ട്ര ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് ലീഗിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയാണ് ക്ലാ ഒന്നാമനായത്. തമിഴ്നാടിനെ പ്രതിനിധീകരിച്ചെത്തിയ അൽവാറോയെ കടത്തിവിട്ടിയാണ് ക്ലാ ഒന്നാമനായത്. ഗരേന മന്ത്രിസഭയിൽ വൻ വാക്ക് തർക്കം. ഗരേനയുടെ ഓഫീസിലാണ് വൻ വിവാദമുണ്ടായത്. ബഗ്ഗിന് പുറമെ പീക്കിൽ ഫ്ലൈറ്റ് ഇറങ്ങുന്നവർക്ക് വേണ്ടത്ര ലൂട്ട് കിട്ടാത്തതിനെ തുടർന്നാണ് വാക്ക് തർക്കം ആരംഭിച്ചത്. നമ്മളോടൊപ്പം MLA ജോട്ടോ ജാക്സൺ ചേരുന്നുണ്ട്. എന്താണ് സാർ പ്രശ്നം? പീക്കിലിറങ്ങുന്ന മിക്ക ആളുകൾക്കും ലൂട്ട് ലഭിക്കുന്നില്ല. ആ പ്രസ്താവനയെ പറ്റി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? സാർ, ഇതിനെപ്പറ്റി ഉടൻ തന്നെ നടപടി എടുക്കുമെന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി ജോസഫ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ പോലീസ് ഇത് കേസ് അന്വേഷിച്ചു വരികയാണെന്നും പറയുന്നുണ്ട്. ഗ്രീൻ സർക്കാരിന്റെ കറുത്ത കൈകൾ പ്രവർത്തിച്ചിട്ടുണ്ടോ? എന്തായാലും അന്വേഷണം CBI കൈമാറണം. പറ്റി ഞങ്ങൾക്കിനി വേറൊന്നും പറയാനില്ല. മുഖ്യമന്ത്രി ജോസഫ് എന്തായാലും രാജിവെക്കാം. പ്രതിപക്ഷ നേതാവായ ജോട്ടോ ജാക്സൺ പറയുന്നത് ഉടൻ തന്നെ കേസ് CBIക്ക് കൈമാറണമെന്നാണ്. കൂടാതെ മുഖ്യമന്ത്രിയായ ജോസഫ് ഇതിൽ കോഴ വാങ്ങിയിട്ടുണ്ടോ എന്നും ഒരു ആരോപണം ജോട്ടോ ജാക്സൺ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ബാക്കി വാർത്തകൾ നമുക്കറിയാൻ കഴിയും. കഴിഞ്ഞ ആഴ്ച ക്ലോക്ക് ടവറിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്ത മോട്ടോറിംഗ് സംഘവും ഇന്ന് രാവിലെ 5 മണിയോട് കൂടി ജയിൽ ചാടി. ജയിൽ ചാടിയത് ജയിൽ സൂപ്രണ്ടിന്റെ അനാസ്ഥയാണെന്ന് പ്രതിപക്ഷം. ജയിൽ പരിസരത്ത് നിന്ന് നമ്മുടെ പ്രതിനിധി ആൻഡ്രോ ഷിജു ചേരുന്നുണ്ട്. ആൻഡ്രോ, എന്താണ് അവിടെ സംഭവിച്ചത്? അലോക്, ഇന്ന് വെളുപ്പിന് 5 മണിയോട് കൂടിയാണ് അന്താരാഷ്ട്ര കുറ്റവാളികളായ മോട്ടോയ് സംഘം ജയിൽ ചാടിയിരിക്കുന്നത്. രാവിലെ ജയിൽ വാർഡൻ വാതിൽ തുറന്നപ്പോൾ പാത്രം കൊണ്ട് തലക്കടിച്ചിട്ടാണ് ഇവർ കടന്നു കളഞ്ഞത്. തുടർന്ന് ഇവർ ഫ്ലൈറ്റ് മുഖേന പർഗട്ടറിലേക്ക് കടന്നതായാണ് റിപ്പോർട്ട്. ഉടൻ തന്നെ പിടികൂടുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. വിവരങ്ങൾ നൽകിയത് ആൻഡ്രൂ ഷിജു ആണ്. അപ്പോൾ ഉടൻ തന്നെ അവരെ പിടിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. സിപ്പ് ലൈനിൽ യാത്ര ചെയ്തിരുന്ന യുവാവ് താഴെ വീണ് മരണപ്പെട്ടു. ഭീമാശക്തി സ്ട്രിപ്പിൽ നിന്നും പീക്കിലേക്കുള്ള സിപ്പ് ലൈൻ യാത്രക്കിടെയാണ് സംഭവം. യാത്രക്കിടെ താഴേക്ക് നോക്കിയപ്പോൾ തലകറങ്ങി കൈകൾ വിട്ട് താഴേക്ക് വീണതായാണ് അറിയാൻ കഴിഞ്ഞത്. ഈ മാസത്തെ 3ാമത്തെ സിപ്പ് ലൈൻ അപകടമാണ് ഇവിടെ നടന്നത്. സിപ്പ് ലൈനിന് വേണ്ടത്ര സുരക്ഷത ഇല്ലാത്തത് കൊണ്ടാണ് ഈ അപകടമുണ്ടായതെന്ന് നാട്ടുകാർ. ഉടൻ ഇതിൽ നടപടിയെടുക്കുമെന്നും ഗരേന സർക്കാർ. മില്ലിൽ വാഹനാപകടം. മില്ലിലേക്ക് ജോലിക്ക് പോകവേ തൊഴിലാളികൾക്കാണ് അപകടമുണ്ടായത്. പാലത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന വാഹനം എതിരെ വന്ന വണ്ടിക്ക് സൈഡ് കൊടുക്കവെയാണ് കൊക്കയിലേക്ക് മറിഞ്ഞത്. പാലത്തിന് വേണ്ടത്ര കൈവരിയില്ലാത്തതിനാലാണ് അപകടമുണ്ടായതെന്ന് നാട്ടുകാർ. പലതവണ ഈ കാര്യം നാട്ടുകാർ ഗരേന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ നോക്കിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ. പരിക്ക് പറ്റിയവരെ ഗുരുതരാവസ്ഥയിൽ അടുത്തുള്ള മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പാല നിർമ്മാണത്തിൽ വൻ കോഴ വാങ്ങിയിട്ടുണ്ടെന്നും പ്രതിപക്ഷം. പാലം പൊളിച്ചു പണിയണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷം തെരുവുകളിലേക്ക് മാർച്ച് നടത്തി. ഈയിടെയായി ഫ്രീ ഫയറിൽ കണ്ടുവരുന്ന ബഗ്ഗുകൾക്ക് കാരണം കലാഹരിയിലുള്ള സാറ്റലൈറ്റിന്റെ കംപ്ലൈന്റ് ആണെന്ന് വിദഗ്ധർ. ഫ്രീ ഫയർ ബഗ്ഗുകളെ കുറിച്ചുള്ള പരാതിയെ തുടർന്ന് കഴിഞ്ഞ ദിവസം നടന്ന ചെക്കിങ്ങിനിടെയാണ് കലാഹരിയിലുള്ള സാറ്റലൈറ്റ് പരിശോധിക്കുകയുണ്ടായത്. കംപ്ലൈന്റ് കണ്ടെത്തിയതിനെ തുടർന്ന് ഉടൻ തന്നെ ഇത് പരിഹരിക്കുമെന്നും ഗരേന സർക്കാർ. ബെർമുഡയിൽ ഭീകരമഴ. അടുത്ത 4 ദിവസത്തേക്ക് ക്ലോക്ക് ടവറും ഫാക്ടറിയും അടച്ചിടാൻ തീരുമാനം. വെള്ളപ്പൊക്ക സാധ്യത മുന്നിൽ കാണുന്നതിനാൽ ആവശ്യമില്ലാതെ ലൂട്ടടിക്കാൻ പുറത്തിറങ്ങരുത് എന്നും പോലീസ് മേധാവി ആൻഡ്രൂ വാർത്താ മാധ്യമങ്ങളോട്. കഴിഞ്ഞ 3 ദിവസത്തെ തോരാതെയുള്ള മഴയെ തുടർന്നാണ് അടച്ചിടാൻ ഗരേന സർക്കാരിന്റെ നീക്കം. അടച്ചിട്ട തിയേറ്ററുകൾ ഉടൻ തുറക്കുമെന്ന് സർക്കാർ ഉത്തരവ്. കോവിഡിനെ തുടർന്ന് അടച്ചിട്ടിരുന്ന തിയേറ്ററുകളാണ് തുറക്കാൻ നീക്കം. ഈ മാസം 33 കൂടി എല്ലാ തിയേറ്ററുകളും പ്രവർത്തനയോഗ്യമാകുമെന്നാണ് അറിയിപ്പ്. ഗരേന സർക്കാരിന്റെ ഈ നടപടിയെ കൈയടിച്ച് പാസാക്കി ജനങ്ങൾ സ്വാഗതം ചെയ്തു. ജീവനല്ല സിനിമയാണ് മുഖ്യമെന്ന മുദ്രാവാക്യമായി 1 മില്യൺ ട്വീറ്റുകൾ. ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു എപ്പിസോഡുമായി ഉടനെ കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഫ്രീ ഫയറിലേക്ക് വരുന്ന പുതിയ ഇവന്റുകൾ അപ്പോൾ തന്നെ എടുക്കാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ടോപ്പ് ചെയ്യാൻ പറ്റിയ കിഡില മണി മേക്കിംഗ് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഫ്രീ ആയിട്ട് തന്നെ ഡയമണ്ട് ടോപ്പ് ചെയ്യാവുന്നതാണ്.